ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചിത്രം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ പെൻസിൽ പിടിക്കേണ്ട രീതികളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് പല രീതിയിൽ പെൻസിൽ പിടിക്കാം. അതിൽ എക്സ്പേർട്ടായ കുറേ ഫേമസ് ആർട്ടിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന ചില മെത്തേഡുകളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. നമുക്കതുപോലെ യൂസ് ചെയ്യണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഏത് രീതിയാണോ കംഫോർട്ട് അത് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. നമ്മുടെ വരയുടെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ വരയ്ക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റി, മൂവ്മെൻറ്റ്, നമുക്ക് ഫ്രീ ആയിട്ട് വരയ്ക്കാനുള്ള ആ ഒരു മൂവ്മെൻറ്റ് നമ്മുടെ ലൈനിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഗ്രിപ്സ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഒരു ഫ്ലെക്സിബിളായിട്ട് വരയ്ക്കാൻ നമുക്ക് പല രീതിയിൽ പെൻസിൽ പിടിച്ചാൽ സാധിക്കും. അപ്പം അവ ഏതൊക്കെയെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. ഇതിൽ ഫസ്റ്റ് വൺ ട്രൈപോഡ് ഗ്രിപ്പ്. അതായത് പെൻസിൽ 3 ഫിംഗേഴ്സിനിടയിൽ ഇതുപോലെ പിടിച്ച് ട്രൈപോഡ് പോലെ ജസ്റ്റ് ഇങ്ങനെ പിടിക്കുന്നതിനാണ് ട്രൈപോഡ് ഗ്രിപ്പ് എന്ന് പറയുന്നത്. പെൻസിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്ത് അല്ലെങ്കിൽ ബാക്കോട്ട് ഇങ്ങനെ വെച്ച് നമുക്ക് ട്രൈപോഡ് പോലെ അതിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഈസിയാണ്. അതുകൊണ്ട് നമ്മളിതിനെ ഈ ട്രൈപോഡ് ഗ്രിപ്പ് എന്ന് വിളിക്കുന്നു, ഇതുപോലെ പിടിക്കുന്നതിന്. അതേപോലെ പെൻസിൽ നേരെ നമ്മുടെ ഹാൻഡിൽ ഇങ്ങനെ താഴെ ഹാൻഡ് വരുന്ന രീതിയിൽ വരുമ്പോൾ അണ്ടർ ഹാൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് അണ്ടർ ഹാൻഡ് ഗ്രിപ്പ് ഇതുപോലെ യൂസ് ചെയ്ത് വരയ്ക്കുന്നത്. അതുപോലെ അണ്ടർ ഹാൻഡ് ഗ്രിപ്പ് ആൻഡ് ഓവർ ഹാൻഡ് ഗ്രിപ്പ്. അതായത് പെൻസിൽ ഇതുപോലെ പിടിക്കുമ്പോൾ ഓവർ ഹാൻഡ് ഗ്രിപ്പായി നമ്മുടെ ഹാൻഡ് മുകളിൽ വരും പെൻസിലിൻ്റെ. ഇത് നമുക്ക് ഫ്ലെക്സിബിളായി വരയ്ക്കാനൊക്കെ നല്ലൊരു മെത്തേഡാണ്. അതുപോലെ പെൻസിൽ താഴേക്ക് ഇതുപോലെ വെക്കുമ്പോൾ ഇങ്ങനെ പുറകിലോട്ട് ബാക്ക് സൈഡിലേക്ക് ടിപ്പ് വെച്ച് വരയ്ക്കുമ്പോൾ അത് ഇൻവേർട്ടഡ് ടിപ്പ് എന്ന് പറയും. ഇൻവേർട്ടഡ് ഗ്രിപ്പിനാണ് ഈ മെത്തേഡ്. അതുപോലെ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ബ്രഷ് യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് പെയിൻറ്റ് ബ്രഷ് ഗ്രിപ്പ് എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് ബ്രഷൊക്കെ പിടിക്കുന്ന ഒരു രീതിയാണ്. ഇതുപോലെ പെൻസിൽ പിടിക്കുന്നതിന് പെയിൻറ്റ് ബ്രഷ് ഗ്രിപ്പ് എന്ന് പറയും. അതേപോലെ ട്രഡീഷണൽ ഗ്രിപ്പ്, നമ്മൾ നോർമലി റൈറ്റിംഗ് ഗ്രിപ്പ് മെത്തേഡ് എന്ന് പറയും. നമ്മൾ എഴുതുന്ന രീതിയിൽ പെൻസിൽ പിടിക്കുന്ന പോലെ ഇതുപോലെ ട്രൈപോഡിൽ നമ്മൾ 3 ഫിംഗേഴ്സ് ഇതുപോലെയാണ് പിടിക്കുക. പക്ഷേ നമ്മൾ നോർമലി പിടിക്കുന്ന രീതി ട്രഡീഷണൽ മെത്തേഡാണ് അത്. അതേപോലെ നമ്മൾ ചെണ്ട കൊട്ടുന്ന പോലെ ഡ്രം സ്റ്റിക്ക് മെത്തേഡ് എന്ന് പറയും. ചെണ്ടക്കോല് പിടിക്കുന്ന പോലെ നമ്മൾ പെൻസിൽ ഇതുപോലെ 2 വിരലുകൾക്കിടയിൽ പിടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പിടിച്ച് വരയ്ക്കുന്ന, അതായത് നമ്മൾ ക്രയോൺസൊക്കെ വരയ്ക്കുന്ന ഒരു രീതിയാണ് ഇത് ഡ്രം സ്റ്റിക്ക് മെത്തേഡ് എന്ന് പറയും. പെൻസിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അത് അണ്ടർ ഹാൻഡ് ഗ്രിപ്പ്, ഇത് ഓവർ ഹാൻഡ് ഗ്രിപ്പ്. അതുപോലെ ഇത്തരം മെത്തേഡ്സുകളാണ്, ഇത്തരം ഗ്രിപ്പുകളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഈ പറഞ്ഞ ഗ്രിപ്പുകളൊക്കെ പ്രാക്ടിക്കലായിട്ട് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് ട്രൈപോഡ് മെത്തേഡ് നോക്കാം. ട്രൈപോഡ് മെത്തേഡിൽ ട്രൈപോഡ് ഗ്രിപ്പ് യൂസ് ചെയ്യുന്നത് ഏകദേശം നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ് പോലെ തന്നെയാണ്, റൈറ്റിംഗ് മെത്തേഡ് പോലെ. പക്ഷേ 3 ഫിംഗേഴ്സ് ഇതുപോലെ പിടിച്ചാണ് വരയ്ക്കുക. ട്രൈപോഡ് രീതിയിൽ നമുക്ക് കുറച്ച് ലൈൻസുകൾ വരച്ച് നോക്കാം. ചെറിയ ലൈൻസൊക്കെ വരയ്ക്കാം. ഇങ്ങനെ കുറച്ച് ലൈൻസുകൾ ട്രൈപോഡ് മെത്തേഡിൽ വരച്ചു. ഇവിടെ നമുക്ക് പെൻസിലിങ്ങനെ മുന്നോട്ടും പുറകോട്ടും പുഷ് ചെയ്ത് അല്ലെങ്കിൽ പുള്ള് ചെയ്ത് നമുക്കതിൻ്റെ പെൻസിലിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്താം. ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലെങ്തി ആയിട്ടുള്ള ലൈൻസുകൾ വരയ്ക്കാൻ പറ്റും. ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഇവിടെ നോക്കുക, നമ്മുടെ എനിക്കിവിടെ കൈയിൻ്റെ മൂവ്മെൻറ്റ്, റിസ്റ്റിനാണ് മൂവ്മെൻറ്റ് വരുന്നത്. അതേപോലെ നമ്മുടെ ഫിംഗേഴ്സിനും മൂവ്മെൻറ്റ് വരുന്നുണ്ട്. ഈ ട്രൈപോഡ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ഫിംഗേഴ്സിന് മൂവ്മെൻറ്റ് വരുന്നുണ്ട്. അതുപോലെ കൈയിൻ്റെ റിസ്റ്റിനാണ് മൂവ്മെൻറ്റ് വരുന്നത്. അപ്പം നമുക്ക് ലെങ്തി ആയിട്ടുള്ള ഒരു ഇത് വരയ്ക്കുകയാണെങ്കിൽ, ലൈൻ വരയ്ക്കുകയാണെങ്കിൽ കൈ ഇങ്ങനെ മാറ്റി വെച്ച് വരയ്ക്കേണ്ടി വരും. അല്ലെങ്കിൽ കൈ പൊക്കി പിടിച്ച് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് ഫ്ലെക്സിബിലിറ്റി കിട്ടില്ല. ലൈന് ചിലപ്പോൾ കുറച്ച് പ്രാക്ടീസ് വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് അണ്ടർ ഹാൻഡ് ഗ്രിപ്പ് അല്ലെങ്കിൽ ഓവർ ഹാൻഡ് ഗ്രിപ്പ് യൂസ് ചെയ്യാം, മെത്തേഡ് യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ
ലൈൻസ് വരച്ച് അതുപോലെ ടിപ്പിനടുത്തേക്ക് ചേർത്ത് പിടിച്ച് ചെറിയ ഷാർപ്പായ ലൈൻസുകളൊക്കെ ഇതുപോലെ ഇങ്ങനെ വരയ്ക്കാം. ഡീറ്റെയിലിംഗ് ആവശ്യമുള്ള വർക്കുകളൊക്കെ ആണെങ്കിൽ, കൂടുതൽ പ്രിസൈസ് ആവശ്യമുള്ള വർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ചേർത്ത് പിടിച്ച് ട്രൈപോഡ് മെത്തേഡിൽ വരയ്ക്കാം. അതേപോലെ കൂടുതൽ ലെങ്തി ആയിട്ടുള്ള ലൈൻസ് ആണെങ്കിൽ ടിപ്പിന് പെൻസിൽ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് കൂടുതൽ ലെങ്തി ആയിട്ടുള്ള വരകളും ഒബ്ജക്റ്റുകളൊക്കെ വരയ്ക്കാം. അങ്ങനെ നമുക്ക് കുറച്ച് റൗണ്ട് വരച്ച് നോക്കാം. ട്രൈപോഡ് മെത്തേഡിൽ ചെറിയ കുറച്ച് റൗണ്ട്, ചെറുത് വലിയ പ്രശ്നം വരില്ല. വലിയ റൗണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് വലിയ ഇതിലും കൂടുതൽ വലിയ റൗണ്ടൊക്കെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഫ്ലെക്സിബിലിറ്റി കിട്ടില്ല. അപ്പോൾ നമുക്കവിടെ അണ്ടർ ഹാൻഡ് ഗ്രിപ്പ് അല്ലെങ്കിൽ ഓവർ ഹാൻഡ് ഗ്രിപ്പൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാവുന്നതാണ്. വലിയ വൃത്തങ്ങളൊക്കെ വരയ്ക്കുകയാണെങ്കിൽ അവിടെ അണ്ടർ ഹാൻഡ് ഓർ ഓവർ ഹാൻഡ് ഗ്രിപ്പാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഓവർ ഹാൻഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് റൗണ്ട് വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി കിട്ടും. നമ്മൾ ഓവർ ഹാൻഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൽബോ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. എൽബോ അതുപോലെ ഷോൾഡർ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ മൂവ്മെൻറ്റ് വരുന്നത്. അതുകൊണ്ട് കുറേ കൂടി ഫ്രീ ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിളായിട്ടുള്ള ലൈൻസ് ക്വാളിറ്റി കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ചൊരു റൗണ്ട്സുകൾ വരച്ച് നോക്കാം. കുറച്ച് വലുതാക്കിയിട്ട് നമ്മൾ ഓവർ ഹാൻഡ് ഗ്രിപ്പാണ് യൂസ് ചെയ്യുന്നത്. കണ്ടോ? അപ്പോൾ കുറച്ചുകൂടെ നല്ല റൗണ്ടുകൾ നമുക്ക് ഈ ഒരു മെത്തേഡിൽ വരയ്ക്കാൻ സാധിച്ചു. അതേപോലെ നമ്മൾ ഫ്ലെക്സിബിളായിട്ടുള്ള ലൈൻസുകളൊക്കെ ഇതുപോലെ ഓവർ ഹാൻഡ് ഗ്രിപ്പ് അല്ലെങ്കിൽ അണ്ടർ ഹാൻഡ് ഗ്രിപ്പൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. അതുപോലെ ഒബ്ജക്റ്റുകളൊക്കെ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മെത്തേഡാണ് നല്ല കംഫോർട്ടായിട്ടുള്ള രീതി. നമുക്ക് ഒരു ഒബ്ജക്റ്റ് ബ്ലോക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒബ്ജക്റ്റുകൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ബ്ലോക്ക് ചെയ്തിടാനൊക്കെ ഈ ഓവർ ഹാൻഡ് ഗ്രിപ്പ് യൂസ് ചെയ്താൽ നമുക്ക് എളുപ്പം സാധിക്കും. നമുക്ക് ആ ഒരു ഫിഗറിൻ്റെ രൂപം, ആ ഷേപ്പ്, ഒബ്ജക്റ്റിൻ്റെ രൂപം കറക്റ്റായിട്ട് നമുക്കിങ്ങനെ ബ്ലോക്ക് ചെയ്തിടാം. അപ്പോൾ നമ്മളിവിടെ എറേസറൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളത് ജസ്റ്റ് ലൈറ്റായിട്ട് നമ്മൾ ഒബ്ജക്റ്റ് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറേ ഒബ്ജക്റ്റുകളൊക്കെ വരച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഈ ഒരു മെത്തേഡിൽ പ്രത്യേകിച്ച് വലിയ രീതിയിലൊക്കെ വരയ്ക്കുമ്പോൾ ഇത് യൂസ്ഫുൾ ആയിരിക്കും. നമുക്കിവിടെ വേറൊരു ഒബ്ജക്റ്റ് കൂടി വരച്ച് നോക്കാം. ഇതുപോലെ നമുക്ക് ഷേപ്സൊക്കെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിലേക്ക് ഇങ്ങനെ ഈ ഒരു മൂവ്മെൻറ്റ്, നമ്മുടെ കൈയുടെ മൂവ്മെൻറ്റ്, ഫ്രീ ആയിട്ടുള്ള മൂവ്മെൻറ്റ് കാരണം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അതുപോലെ നമ്മൾ അണ്ടർ ഹാൻഡ് മെത്തേഡിൽ നമ്മൾ കൈയുടെ ഫിംഗർ ഞാനിവിടെ പേപ്പറിൽ സപ്പോർട്ടായിട്ട് വെച്ചിട്ട് ഞാൻ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പ്രിസൈസായിട്ട് ഈ നോസിൻ്റെ താഴെയുള്ള ഈ താഴ്ഭാഗത്തുള്ള ഏരിയയ്ക്ക് നല്ല ഡാർക്കായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കൺട്രോൾ കിട്ടും. ഫിംഗർ താഴെ പ്രസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ അണ്ടർ ഹാൻഡ് മെത്തേഡിൽ ഓവർ ഹാൻഡ് ഗ്രിപ്പിൽ ഇതുപോലെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊണ്ടുവരാം. പിന്നീട് നമുക്ക് ഇതുപോലെ ഒബ്ജക്റ്റൊക്കെ ഓവർ ഹാൻഡ് ഗ്രിപ്പ് യൂസ് ചെയ്ത് ഒബ്ജക്റ്റ് നല്ല ക്ലിയറാക്കി കൊണ്ടുവരാം, ഷെയ്ഡൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒബ്ജക്റ്റുകൾ ബ്ലോക്ക് ചെയ്ത് ആ ഒരു രൂപം കൊണ്ടുവരാനൊക്കെ നമുക്ക് ഓവർ ഹാൻഡ് ഗ്രിപ്പ് നല്ല വലിയ ആർട്ടിസ്റ്റുകളൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. ഒബ്ജക്റ്റ് ബ്ലോക്ക് ചെയ്യാനൊക്കെ ഈ ഒരു മെത്തേഡ്, ഈ ഒരു സ്റ്റൈൽ. നമുക്ക് മറ്റൊരു ഒബ്ജക്റ്റ് വരച്ച് നോക്കാം. ഇതുപോലെ ഫ്രീ ആയിട്ട് നമുക്ക് ഓവർ ഹാൻഡ് യൂസ് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്തിടാം. നമുക്ക് കുറച്ചുകൂടി സ്മൂത്തായിട്ട് ഇതുപോലെ ഒബ്ജക്റ്റ് ബ്ലോക്ക് ചെയ്തിടാവുന്നതാണ്. നോക്കുക. പിന്നീട് നമുക്ക് വേണമെങ്കിൽ ട്രൈപോഡ് ഗ്രിപ്പിലേക്ക് വന്നിട്ട് ഇതുപോലെ ഡീറ്റെയിൽ കൊടുക്കാൻ പറ്റും. കൂടുതൽ മൈന്യൂട്ടായിട്ടുള്ള ഏരിയകളിലൊക്കെ നമുക്കിതുപോലെ ഈ ട്രൈപോഡ് ഗ്രിപ്പിൽ നിന്നുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ വർക്കും കൊടുക്കാം. നോക്കാം. ഇതുപോലെ
ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഓവർ ഹാൻഡ് മെത്തേഡിൽ വന്നിട്ട് ഇതുപോലെ ഷെയ്ഡിങ് ഒക്കെ നമുക്കിങ്ങനെ ഇതുപോലെ കൊടുക്കാം. ഇതൊരു ജസ്റ്റ് ഒരു ക്വിക്ക് പ്രാക്ടീസാണ്, സ്പീഡിൽ ചെയ്ത് കാണിക്കുകയാണ്. ഇതുപോലെ കുറേ പ്രാക്ടീസ് ചെയ്ത് ശീലിക്കുക എല്ലാ മെത്തേഡും. എന്നിട്ട് നമുക്ക് കംഫോർട്ടായ രീതിയിൽ നമ്മൾ വരയ്ക്കുന്ന സ്കെച്ചിൽ അത് യൂസ് ചെയ്യുക, മാക്സിമം ഉപയോഗിക്കുക. എല്ലാവിധ മെത്തേഡുകളും ഇതുപോലെ എല്ലാ ഒബ്ജക്റ്റുകളും വരച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഏത് മെത്തേഡാണോ നിങ്ങൾക്ക് കംഫോർട്ടായി തോന്നുന്നത് അത് നിങ്ങൾ എടുക്കുക. ഇവിടെ ഈ ഒരു ഡ്രോയിങ്ങിൽ നോസിന് താഴെയുള്ള ഷെയ്ഡ് ഇവിടെ ഞാൻ അണ്ടർഹാൻഡ് മെത്തേഡിൽ എൻ്റെ ഈ ഫിംഗർ താഴെ വെച്ച് അണ്ടർഹാൻഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. ഈ ഫിംഗർ ഞാനിവിടെ സപ്പോർട്ടായിട്ട് ഇവിടെ താഴെ സപ്പോർട്ടായി വെക്കുന്നുണ്ട്. എന്നിട്ട് അണ്ടർഹാൻഡ് മെത്തേഡിൽ നിന്ന് നോസിൻ്റെ താഴെയുള്ള ഡാർക്കായ ഏരിയ ഷെയ്ഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് പ്രിസൈസ് ആയിട്ടുള്ള കൃത്യമായിട്ട് നമുക്കവിടെ ലൈൻസ് കൊടുക്കാൻ പറ്റും ഈ സപ്പോർട്ട് കൊടുക്കുന്ന കാരണം. എന്നിട്ട് ഇവിടെ നോക്കുക, ഇതുപോലെ ഇവിടെ ഷാർപ്പായിട്ട് നോസിൻ്റെ ആ ഒരു ഷെയ്ഡ് കൊണ്ടുവരാണ്. ഓക്കെ, അതേപോലെ ഇവിടെ പെൻസിൽ കുറച്ച് ദൂരെ പിടിച്ചിട്ട് നമുക്കിതുപോലെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡ്, അതുപോലെ ഇതിനെ ടിപ്പിൻ്റെ അടുത്ത് പിടിച്ച് ഡാർക്കായ, അതായത് ടിപ്പ് ഹെവി ഓവർ ഹെഡ് ഗ്രിപ്പ് യൂസ് ചെയ്ത് പ്രസ് ചെയ്ത് പിടിച്ച് നമുക്കവിടെ ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് കൊണ്ടുവരാൻ പറ്റും. ടിപ്പിനകത്തേക്ക് ഒരു ഫിംഗർ യൂസ് ചെയ്ത് പ്രസ് ചെയ്ത് പിടിച്ചാൽ പെൻസിലിന് അവിടെ കുറച്ചുകൂടെ പ്രഷർ വരും. അല്ലെങ്കിൽ നമുക്ക് പെൻസിൽ റഫായിട്ട് ഓവർ ഹാൻഡ് മെത്തേഡൊക്കെ മാറി മാറി യൂസ് ചെയ്ത് നമുക്കിങ്ങനെ ഷെയ്ഡ് ചെയ്ത് ഒബ്ജക്റ്റുകൾ ഇതിൽ തന്നെ നമുക്ക് പല രീതിയിൽ ഒരു ഡ്രോയിങ്ങിൽ തന്നെ പല രീതിയിൽ നമുക്ക് പെൻസിൽ പിടിച്ച് വരയ്ക്കാവും. ഇപ്പം ഇവിടെ ഡ്രം സ്റ്റിക്ക് മോഡലാണ് ഇപ്പം പിടിച്ചിരിക്കുന്നത്. ഇങ്ങനെ എല്ലാ മെത്തേഡിലും നമുക്ക് കംഫോർട്ടായ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്ത് ഇതുപോലെ ഷെയ്ഡിംഗ് ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ട്രൈപോഡ് മെത്തേഡിലേക്ക് വന്ന് നമുക്ക് ഡീറ്റെയിൽ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. നമുക്ക് ഏത് മെത്തേഡാണോ നമുക്ക് കംഫോർട്ടായി തോന്നുന്നത് അതും നമ്മൾ ഫോളോ ചെയ്യാം. ഇതുപോലെ വരച്ച പിക്ചേഴ്സുകളാണ്, ക്വിക്ക് സ്കെച്ചുകളാണ്. ഇതെല്ലാം ആദ്യം നമ്മൾ ബ്ലോക്ക് ചെയ്തത് ഓവർ ഹാൻഡ് ഗ്രിപ്പ് വെച്ചിട്ടാണ് ഔട്ട്ലൈനൊക്കെ ബ്ലോക്ക് ചെയ്ത്, എന്നിട്ട് പിന്നെ ട്രൈപോഡ് മെത്തേഡിൽ നമ്മൾ ഡീറ്റെയിലൊക്കെ കൊടുത്തു. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ സ്കെച്ചും ഒന്ന് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് ഏതാണോ നല്ല കംഫോർട്ടായി തോന്നുന്ന അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അത് നമ്മുടെ ഡ്രോയിങ്സിൽ കൊണ്ടുവരിക. അപ്പോൾ ഓക്കെ, താങ്ക് യു.